ഹലോ കൂട്ടുകാരെ, അപ്പോൾ പണിമുടക്ക് ദിവസത്തെ വ്ളോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമ്മതേ മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിന്ന് ഇപ്പുറത്തെ സ്റ്റവിൽ ചായക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേട്ടൻ പതിവ് പോലെ തന്നെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പപ്പിക്കുട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. തലനിറയെ ഉലുവ തേച്ച് വെച്ചാൽ അങ്ങനെ ഉണ്ടോ ഞാൻ ദോശയ്ക്ക് അപ്പം മസാല ദോശയുടെ കൂടെ ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇത് തെറ്റിദ്ധരിക്കണ്ട, ഞാൻ തലയിൽ പറ്റാൻ തേച്ച് വെച്ചാൽ ഉലുവയാണ്. അത് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം ചേട്ടൻ്റെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചേട്ടനുള്ള മസാല ദോശ ഉണ്ണിക്കുട്ടനെ എടുക്കാമെന്ന് പറഞ്ഞവൻ ദോശയും പിന്നെ ചമ്മന്തിയൊക്കെ എടുക്കണേ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അതൊക്കെ കഴുകി വെച്ച് അപ്പോഴേക്കും നമ്മുടെ പാലിതാ തിളച്ച് ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ സെറ്റാക്കണുണ്ട്. അപ്പോൾ അതേ അമ്മ ഇവിടെ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇതാ കൊടുത്തോണ്ടിരിക്കണേണ്. അപ്പോൾ ചായ തിളച്ച് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഫുഡ് ആയിക്കോടെ ഇടയ്ക്കൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ഇതാ എടുത്തോണ്ടിരിക്കണേ ഉണ്ടാകുന്നത്. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഈ വെള്ളം കുളിച്ച് സിറ്റോട്ടൊക്കെ കഴുകി സെറ്റാക്കണേട്ടാ. അപ്പം എനിക്ക് കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മുടെ സിറ്റോട്ടൊക്കെ ഞാനൊന്ന് വെള്ളം ഒടിച്ച് അടിപൊളിയായിട്ട് കഴുകണുണ്ട്. പിന്നെ ദേ ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ഓറഞ്ചും എടുത്തിട്ടുണ്ട്. 2 ഓറഞ്ചും കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, ഈ ഇടയായിട്ട് വൈറ്റമിൻ സിയുടെ കുറവുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചും ക്യാരറ്റും ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച്. പൊതുവേ ഈ ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് ഇഷ്ടമുള്ള സംഭവമല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിഷാംശമൊക്കെ പോട്ടേന്ന് പറഞ്ഞ് നല്ലോണം അത് മിക്സ് ചെയ്ത് വെച്ചിട്ടാം. പിന്നെ അതിലേക്ക് 2 പേരക്കയും കൂടി വിഷാംശമൊക്കെ പോട്ടില്ല. നമുക്ക് പോയി കുളിച്ചിട്ട് വരാം, ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പം ഇതാ ഞാൻ കുളി കഴിഞ്ഞ് വന്നു. വീട്ടിലുള്ള ചന്ദനമൊക്കെ എടുത്ത് പോട്ടെ. കള്ളച്ചന്ദനമാണ്. വീട്ടിലുള്ള അമ്പലത്തിൽ പോയിട്ടില്ല. അങ്ങനെ ചായയും മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും നേരെ അടുക്കളയിലേക്ക് വന്നു. സവാള ഒന്ന് അരിഞ്ഞൊക്കെ വെച്ച് കൊടുത്തിട്ട് അമ്മയ്ക്ക്. എൻ്റെ തൊണ്ടടഞ്ഞുകൊണ്ട് വോയിസിന് ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ സാധിച്ചോളൂ കേട്ടോ. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞിതാ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ജ്യൂസ് ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കലാണ് കേട്ടോ പതിവ്. ഇപ്പം നിങ്ങൾ ഓർക്കുണ്ടാവും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു ജ്യൂസർ വാങ്ങിച്ചുകൂടെന്ന്. കാരണം ജ്യൂസ് കുടിക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരെണ്ണം മേടിക്കണം. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ക്യാരറ്റും ഓറഞ്ചും ഒക്കെ ചേർന്ന നല്ല അടിപൊളി ജ്യൂസാണ്. ഇതിൽ ഞാൻ പഞ്ചസാര ഇടില്ല കേട്ടോ. നല്ല ഫ്രഷ് ജ്യൂസായിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തണുപ്പിച്ച് കൊടുക്കില്ല കേട്ടോ, ഫ്രിഡ്ജിലും വെക്കില്ല. ഡയറക്റ്റ് അടിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്ത് കുടിക്കും കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. 2-3 ദിവസമായിട്ടോ കുടിച്ച് തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ ഓരോ തോന്നലിനും ഓരോന്നങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞത് നമ്മുടെ അമ്മയുടെ ചിക്കൻ അല്ല കേട്ടോ, സോറി, ബീഫ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ മീനൂസ് അവളുടെ കുടിക്കയിലെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത മാസം നമ്മുടെ അമ്പലത്തിൽ പൂയുണ്ട്. അപ്പോൾ അതിന് കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട് കൂട്ടണം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ചട്ടിക്ക് ഇതാ ഹോൾ ഇടാൻ പോയിട്ട് നമ്മുടെ ഹാങ്ങിങ് ബോർഡ്. അപ്പോൾ അമ്മ ഇതാ ബീഫ് കറിക്കുള്ള മസാലയൊക്കെ ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണതേ നമ്മുടെ ചേട്ടൻ ഇവിടെ വണ്ടി കഴുകണുണ്ട്. ഇന്ന് എന്തായാലും ഹോളിഡേ അല്ലേ. അപ്പോൾ വണ്ടീനെ കഴുകി കുട്ടപ്പനാക്കാന്ന് ഓർത്ത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കണേണ്. പിന്നെ എൻ്റെ ചെടികളെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എല്ലാം നല്ല വെയിലൊക്കെ കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ടായിരുന്നു. ഞാനൊരു ബെഡ്ഷീറ്റ് രാവിലെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തെടുത്തു. നമ്മുടെ പപ്പീനെ കുളിപ്പിച്ചത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്. അപ്പോൾ പിള്ളേർ അവിടെ കളിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഉണ്ണിതേ മതിലൊക്കെ ചാടി വന്നിട്ടുണ്ട്. അങ്ങനെ അവർ 3 പേരുടെ കളി നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി നമ്മുടെ അമ്മ സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ തുള്ളലും പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ സമയമായിട്ടാണ്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് വറുത്താണ്, കുട്ടികൾക്ക് മാത്രം ഉണ്ട്, അവർ ബീഫ് കഴിക്കില്ല. അങ്ങനെ അവരെല്ലാവരും നേരത്തെ ഫുഡ് കഴിക്കാൻ ഇരുത്തി. ചേട്ടനും അച്ഛനും കഴിക്കണം. അപ്പം ഞാനും പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ടാറ്റാ.